എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. കണ്ണൻ മന്ത്രവാദിയുടെ പ്രേതം. ഒരിക്കൽ ഗുരുദേവനെ കണ്ട് സങ്കടമുണർത്തിക്കാൻ തലശ്ശേരിയിൽ നിന്നും ഒരാൾ ശിവഗിരി ആശ്രമത്തിലെത്തി. ചാലപ്രോൻ അച്യുതൻ എന്നായിരുന്നു അയാളുടെ പേര്. പൊതുമരാമത്ത് പണികൾ കരാറെടുത്ത് ചെയ്യിക്കുന്ന ഇടപാടുകാരനായിരുന്നു അയാൾ. എന്താ വന്നത്? ഗുരുദേവൻ ആരാഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു ബാധോപദ്രവം. പല ചികിത്സകളും ചെയ്തു. പേരുകേട്ട മന്ത്രവാദികളെയും കാണിച്ചു. പക്ഷെ ഇതുവരെ ഒരു ശാന്തിയും വന്നിട്ടില്ല, അയാൾ അറിയിച്ചു. ഇപ്പോഴെന്താ അമ്മയുടെ സ്ഥിതി? ഗുരുദേവൻ ചോദിച്ചു. ഇടയ്ക്കിടെ പാട്ടുപാടി നൃത്തം വയ്ക്കും. ചില നേരത്ത് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ആത്മഹത്യ ചെയ്യാനൊരുങ്ങും, അയാൾ പറഞ്ഞു. ശരി, ഇപ്പോൾ പൊയ്ക്കൊള്ളൂ. നാം ജഗന്നാഥ ക്ഷേത്രത്തിൽ വരുമ്പോൾ അമ്മയെ നേരിൽ കാണാം. എന്താ അതുപോരെ? ഗുരുദേവൻ അച്യുതനോട് ചോദിച്ചു. അതു മതി. അങ്ങയുടെ സാന്നിധ്യമുണ്ടായാൽ രോഗം മാറിക്കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അച്യുതൻ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞു. വിശ്വാസമുണ്ടെങ്കിൽ എന്തും മാറിക്കിട്ടും, ഗുരുദേവൻ ഓർമ്മിപ്പിച്ചു. അച്യുതൻ ഗുരുവിനെ വന്ദിച്ച് തലശ്ശേരിക്ക് മടങ്ങിപ്പോയി. അമ്മയുടെ ബാധോപദ്രവം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഗുരുദേവൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തി. അച്യുതനോട് പറഞ്ഞ വാക്ക് സ്വാമികളുടെ ഓർമ്മയിലുണ്ടായിരുന്നു. തിരക്കൊഴിഞ്ഞപ്പോൾ സ്വാമികൾ അച്യുതൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സ്വാമികൾ താമസിയാതെ അച്യുതൻ്റെ വീട്ടിലെത്തി. ഗുരുദേവനെ കണ്ടതോടെ ആ സ്ത്രീ ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഗുരുദേവൻ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു, സ്വാമികളെ, ഞാനൊന്ന് വണങ്ങിക്കോട്ടെ? ഓഹോ, എത്ര വട്ടം വേണമെങ്കിലും വണങ്ങിക്കോളൂ. ഗുരുദേവൻ അനുവാദം നൽകി. അവർ ഗുരുദേവൻ്റെ കാൽപാദങ്ങളിൽ തൊട്ടു വണങ്ങി. അപ്പോൾ നീ ആരാണ്? നമുക്ക് മനസ്സിലായില്ലല്ലോ, ഗുരുദേവൻ ചോദിച്ചു. എന്ത്, നമ്മെ മനസ്സിലായില്ലെന്നോ? നാമാണ് ചെറുകുന്നത്ത് കണ്ണൻ, പേരുകേട്ട മന്ത്രവാദി. അവർ ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എങ്കിൽ ഇനി ഈ പാവം സ്ത്രീയെ ശല്യപ്പെടുത്തേണ്ട, വേഗം ഒഴിഞ്ഞുപോയിക്കോളൂ, ഗുരുദേവൻ ആവശ്യപ്പെട്ടു. പോവാം, നാം ഒഴിഞ്ഞു പോകാം, അവരിലെ ബാധ വികൃത സ്വരത്തിൽ അറിയിച്ചു. എങ്കിൽ ഈ വിളക്ക് തൊട്ട് സത്യം ചെയ്തോളൂ. ഗുരുദേവൻ തൊട്ടടുത്ത് കത്തിക്കൊണ്ടിരുന്ന വിളക്ക് ചൂണ്ടിക്കാണിച്ചു. അവർ വിളക്ക് തൊട്ട് ഒഴിഞ്ഞു പോകാമെന്ന് സത്യം ചെയ്തു. പിന്നെ കുറേ നാളത്തേക്ക് ആ അമ്മ വളരെ ശാന്തയായിരുന്നു. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭാവം മാറി. പഴയ ബാധോപദ്രവം വീണ്ടും ഉണ്ടായി. ഗുരുദേവൻ ഒഴിപ്പിച്ചു വിട്ടിട്ടും ഈ ബാധ പോയില്ലല്ലോ. കുടുംബക്കാർ ആരോടെന്നില്ലാതെ പരാതിപ്പെട്ടു. സ്വാമി എന്നോട് പോകാനേ പറഞ്ഞുള്ളൂ, തിരിച്ചു വരരുതെന്ന് കൽപ്പിച്ചിട്ടില്ലല്ലോ. ആ സ്ത്രീ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പഴയ ഭാവം വീണ്ടും തുടർന്നപ്പോൾ അച്യുതൻ ശിവഗിരിയിൽ ചെന്ന് ഗുരുദേവനെ കണ്ട് കാര്യമുണർത്തിച്ചു. സ്വാമികൾ ഒരു പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തോളൂ, ഇനി യാതൊരു ശല്യവും ഉണ്ടാകില്ല. അച്യുതൻ ആ പഴം കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും അവർക്ക് ബാധശല്യം ഉണ്ടായിട്ടില്ല. അവർ നല്ലൊരു വീട്ടമ്മയായി വളരെ കാലം കഴിഞ്ഞു. നന്ദി, നമസ്കാരം.